ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമ. ലോകത്തെമ്പാടുമുള്ള സാധകര് തങ്ങളുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന പുണ്യ സുദിനം. ഈ സുദിനത്തില് ഇങ്ങനെയൊരു ആരാധനയിലൂടെ നമ്മുടെ ഗുരുപരമ്പരയെ ആദരിക്കുവാൻ, അവരുടെ തൃപാദപത്മങ്ങളിൽ ഇങ്ങനെയൊരു വാക്കുകൾ കൊണ്ടുള്ള അർച്ചന സമർപ്പിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപാദപത്മങ്ങളിൽ വിനീതമായി പ്രണമിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും നമസ്കരിക്കുന്നു. വേദവ്യാസ ജയന്തിയാണ് വ്യാസ പൂർണിമ, ഗുരുപൂർണിമയായിട്ട് നാം ആദരിക്കുന്നത്. ഈ ആചരണത്തിലൂടെ നമ്മുടെ എല്ലാ ഗുരുജനങ്ങളെയും തന്നെ നാം സ്മരിക്കുന്നു. അവർ പകർന്നു തന്ന ജ്ഞാനാമൃതത്തെ അനുസ്മരിക്കുന്നു. ഏവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ അമ്മ തന്നെയാണ് ആദ്യ ഗുരു. അമ്മയുടെ കൃഷ്ണഗീതികള്, അമ്മയുടെ രാമായണ പാരായണം, ഇതിലൊക്കെ കൂടി തന്നെയാണ് ഭഗവാന്റെ ആ ഒരു അവതാര കഥകൾ എൻ്റെ ഹൃദയത്തിൽ ഉറച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയെ, അച്ഛനെ, പിന്നീട് ആത്മവിദ്യയുടെ ആ ഒരു ലോകത്ത് നമുക്ക് ജ്ഞാനം പകർന്നു തന്ന് അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളെയും വന്ദിച്ചുകൊണ്ട് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ജഗദ്ഗുരുവായ സാക്ഷാത് പൊന്നു ഗുരുവായൂരപ്പന്റെ ശ്രീ പാദങ്ങളിൽ, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകങ്ങളായ തൃപാദപത്മങ്ങളിൽ ഈ എളിയ ക്ലാസ്സിനെ സമർപ്പിക്കുന്നു. നാമസങ്കീർത്തനമാണ് കലികാലത്ത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനത്തിന് ഏകമാർഗം എങ്കിലും ശ്രീമൻ നാരായണീയം എന്ന സ്തോത്രകാവ്യം എത്ര പഠിച്ചാലും കേട്ടാലും ഭക്തജനങ്ങൾക്ക് മടുക്കാത്ത, ശ്രീമൻ നാരായണീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആനന്ദം നിറയുന്ന ഒരു ഭക്തികാവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം വീണ്ടും ഈ ശ്രീമൻ നാരായണീയത്തെ പദാനുപദം, ശ്ലോകാനുശ്ലോകം നമുക്ക് മനനം ചെയ്യാം. അതിനുള്ള ഒരു ആരംഭം ഇന്ന് തന്നെ തുടങ്ങാം എന്ന് ചിന്തിച്ച് ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ളത്. വേദവ്യാസ മഹർഷി തന്നെയാണ് സാക്ഷാത് മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയായി അവതരിച്ചത് എന്നുള്ളതിൻ്റെ ഐതിഹ്യം നമുക്ക് പിന്നാലെ അനുസ്മരിക്കാം. ഭക്തജനങ്ങള് നാരായണീയം പഠിക്കുവാൻ അക്ഷമരായിട്ടിരിക്കുന്നത് കൊണ്ട് ആദ്യം ശ്രീമൻ നാരായണീയത്തിൻ്റെ ദശകം 1 ആദ്യത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 1. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സന്ധിവിച്ഛേദം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് താവത് ഭാതി
സാക്ഷാത് ഗുരുപവനപുരി ഹന്ത ഭാഗ്യം ജനാനാം. സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം കാല ദേശ അവധിഭ്യാം നിത്യമുക്തം നിഗമ ശത സഹസ്രേണ ദൃഷ്ട മാത്രേ ഒരു പുരുഷ അർത്ഥ ആത്മകം ബ്രഹ്മ തത്വം ഗുരു പവനപുരി. മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി വാദവ്യാധി ബാധിച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാനെ നോക്കിക്കൊണ്ട് അതാ ഭഗവാനെ നോക്കുമ്പോൾ ഏതൊരു അനുഭൂതിയാണ് അദ്ദേഹത്തിന് ഒന്നാം ദിവസം ഉണ്ടായത്. ആ അനുഭൂതിയെ ഭക്തജനങ്ങൾക്ക് പകർന്നു തരികയാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, അതിനെ ബ്രഹ്മതത്വം എന്ന് വിളിക്കുന്നു. ആ ബ്രഹ്മത്തെ ഇതാ ഞാൻ ശ്രീ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടിരിക്കണു. എങ്ങനെ കണ്ടു? സാന്ദ്രമായ ആനന്ദ അവബോധ ആത്മകം. സാന്ദ്രം എന്നുള്ള പദത്തിന് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അത്രയും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, ഇനി അല്പം പോലും അതിലൊന്നും ചേർക്കുവാനില്ലാത്ത, ഇടതൂർന്ന് നിൽക്കുന്ന ആ ആനന്ദം, ആനന്ദക്കട്ട. അവബോധം, ജ്ഞാനം. അപ്പോ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിനെ സത്ത്, ഉണ്മ, എങ്ങും നിറഞ്ഞ് അഖണ്ഡമായി നിൽക്കുന്ന ആനന്ദവും ജ്ഞാനവും സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ അനുപമിതം, ഒന്നിനോടും ഉപമിക്കാവുന്നതല്ല ഇത്. ഞാൻ എങ്ങനെയാണ് ഇത് പറഞ്ഞു തരിക? രണ്ടുണ്ടെങ്കിലല്ലേ ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുവാൻ സാധിക്കുള്ളൂ. അങ്ങനെ സാധിക്കുന്നില്ല. പിന്നെയോ കാല ദേശ അവധിഭ്യാം നിർമുക്തം. കാലത്തിന്റെയും ദേശത്തിന്റെയും പരിധിയിൽ നിന്ന് അത് നിർമുക്തമായിരിക്കുന്നു, ഒട്ടലില്ലാണ്ടിരിക്കുന്നു. ഇത്ര സമയത്തേക്കാണോ? അല്ല, നിത്യമുക്തം, എന്നും അത് ഒട്ടലില്ലാണ്ടിരിക്കുന്നു. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. എന്നാൽ വേദശതങ്ങൾ കൊണ്ട് അത് പ്രകാശിപ്പിക്കപ്പെടുന്നു. ദൃഷ്ടമാത്രേ അസ്പഷ്ടം. ഒന്ന് കണ്ടാൽ വേഗത്തിൽ മനസ്സിലാകുന്നുണ്ടോ? സാധനകളിലൂടെ, പരിചയത്തിലൂടെ, നാമജപത്തിലൂടെ ഹൃദയശുദ്ധി വന്നവൻ വേഗം മനസ്സിലാക്കുന്നു. അവന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നു. പുനഃ ഒരു പുരുഷാർത്ഥാത്മകം. പിന്നീട് ഒരു പുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം ഇതാ ഇവിടെ തത് താവത് ഭാതി പ്രകാശിക്കുന്നു. എവിടെ പ്രകാശിക്കുന്നു? സാക്ഷാത് ഗുരുപവനപുരി ശ്രീ ഗുരുവായൂരപ്പ ഇതാ ഈ ഗുരുവായൂരമ്പലത്തില് പ്രകാശിച്ചു നിൽക്കുന്നു. വല്ലാത്തൊരാനന്ദം എന്നിൽ നിറയുന്നു. ഹന്ത ഭാഗ്യം ജനാനാം. ആ ജനങ്ങളുടെ, ഈ ഭഗവാനെ ഉപാസിക്കുവാൻ സാധിക്കുന്ന, ശ്രീമദ് ഭാഗവതത്തെ, ശ്രീമദ് നാരായണീയത്തെ ഉപാസിക്കുവാൻ സാധിക്കുന്ന ജനങ്ങളുടെ ഭാഗ്യം ഹന്ത, ആശ്ചര്യം, ആശ്ചര്യം എന്നേ പറയേണ്ടു എന്നാണ് ഈ ശ്ലോകത്തില് പ്രതിപാദിച്ചിരിക്കുന്നത്. മംഗളവാചിയായ ആനന്ദ ശബ്ദം കൊണ്ട് തുടങ്ങി ആനന്ദ ശബ്ദത്തിലൂടെ കടന്ന് ആനന്ദത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന ഉത്തമ ശ്ലോകമാണ്, ഉത്തമ ഗ്രന്ഥമാണ് ശ്രീമദ് നാരായണീയം എന്നാണ് ഇതിന്റെ ആ തുടക്കത്തിൽ തന്നെ ആനന്ദ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നതിലൂടെ ആചാര്യന്മാർ പറയുന്നത്. അനേകം അർത്ഥവ്യാപ്തിയുള്ള പണ്ഡിതന്മാരാൽ പറയപ്പെടുന്ന ഈ വലിയ വ്യാഖ്യാനത്തെയാണ് എളിമയായിട്ട് നാം ഇവിടെ പഠിക്കുന്നത് എന്ന് ഓർമ്മ വേണം. സ എന്ന ആ ഏകാക്ഷരത്തിന് തന്നെ വിഷ്ണുവെന്നും ശിവനെന്നും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. സാ പറയുമ്പോഴോ ലക്ഷ്മി ഭഗവതിയായി, ശ്രീപാർവതിയായി. അങ്ങനെ ആ സ എന്ന പദം കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാൻ അല്ലെ, അതിനെ സൂചിപ്പിക്കുന്നുവോ എന്നൊക്കെ ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ പദാനുപദം എടുത്താൽ വളരെ ബൃഹത്തായ വ്യാഖ്യാനമാണ് നമ്മുടെ മുമ്പില് ആ ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മതത്വത്തെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. ബ്രഹ്മം അരൂപിയാണ്.
അരൂപിയായ ബ്രഹ്മം, നിർഗുണ നിരാകാരനായ ബ്രഹ്മം നമ്മെ അനുഗ്രഹിക്കുവാൻ സഗുണ സാകാര രൂപം സ്വീകരിച്ച് ശ്രീ ഗുരുവായൂരമ്പലത്തിൽ ഇതാ അത് വ്യക്തമായിട്ട് പ്രകാശിക്കുന്നു. അതെനിക്ക് കാണുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം സമർപ്പിക്കുന്നത്.